ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സമഗ്ര ഓങ്കോളജി സേവനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. ആരോഗ്യ പരിപാലന രംഗത്ത് പുതിയ നാഴികക്കല്ലാകുന്ന പദ്ധതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ അജിത് നീലകണ്ഠൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അവിടെ OPDയും കീമോതെറാപ്പി ഡേ കെയർ ഫെസിലിറ്റീസും വാർഡ് റൂംസും എല്ലാം ഉണ്ട്. അപ്പോൾ the trajectory of our oncology services is now taking off very impressively, and I take this occasion to wish all the doctors, the nurses and the other staff working in the oncology services all the best, and we look forward on behalf of Gulzar Charitable Trust to provide more and more beneficial services to our clientele in the oncology field. Once again, best wishes. Thank you. ഗൈനക്കോങ്കോളജിസ്റ്റ് ഡോക്ടർ സജിത സുരേന്ദ്രൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. വിഭാഗം വളരെ നല്ലൊരു ക്യാൻസർ സ്ക്രീനിംഗ് പാക്കേജ് ഇന്ന് പൊതുജനങ്ങൾക്ക് നേരത്തെ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇന്നിവിടെ ലോഞ്ച് ചെയ്തു. ഇതിൽ ക്യാൻസറിന്റെ ഡിറ്റക്ഷന് വേണ്ടിയുള്ള CA-125, മാമോഗ്രഫി, സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടിയുള്ള പാപ്സ്മിയർ, അൾട്രാസൗണ്ട് സ്കാനിങ്, പിന്നെ സർജറി കൺസൾട്ടേഷൻ, ബ്രസ്റ്റ് ക്യാൻസർ മുഴകളൊക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ, ഗൈനി ഓങ്കോളജി കൺസൾട്ടേഷൻ, ഡയറ്റീഷ്യൻ കൺസൾട്ടേഷൻ എല്ലാം അടങ്ങുന്ന വളരെ മികച്ച ഒരു പാക്കേജാണ്. വളരെ ചുരുങ്ങിയ ചിലവിലാണ് ഇത് നടത്തുന്നത്. 2500 രൂപ മാത്രമേ ഉള്ളൂ ഇതിന്. ഇന്നു മുതൽ എല്ലാ ദിവസവും ഇത് ഇവിടെ അവൈലബിൾ ആണ്. അതിന്റെ ഒരു ലോഞ്ചാണ് നമ്മൾ ഇന്നിവിടെ നടത്തിയത്. കുട്ടികളിലെ ക്യാൻസർ നിർണയത്തെ അധികരിച്ച് പീഡിയാട്രിക് ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ നായർ വിശദീകരണം നൽകി. അപ്പൊ കുട്ടികളിൽ കാണുന്ന ക്യാൻസറുകൾ എസ്പെഷ്യലി അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന് വെച്ചാൽ ഒരു ടൈപ്പിലെ ബ്ലഡ് ക്യാൻസർ ആണ്. ഈ ക്യാൻസർ വരുന്ന ഒരു 10 കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ 8 മുതൽ 9 കുട്ടികൾ പൂർണ്ണമായും ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് സാധാരണമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് കൂടാതെ മറ്റു പല പീഡിയാട്രിക് ക്യാൻസേഴ്സും കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ് നമ്മൾ ആദ്യമേ തന്നെ നേരത്തെ തന്നെ കണ്ടുവച്ചാൽ. സോ ഈ കുട്ടികൾക്ക് അമിതമായ ക്ഷീണം അല്ലെങ്കിൽ വിട്ടുമാറാത്ത പനി, തലവേദന, ഛർദി ഇങ്ങനെ പല സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുവരണം. നേരത്തെ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ, ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കീമോതെറപ്പി, അത് കൂടാണ്ട് റേഡിയോതെറപ്പി, സർജറി ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റ്സ്. അപ്പൊ കുട്ടികൾക്കുള്ള കീമോതെറപ്പി ഇവിടെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അവൈലബിൾ ആണ്. നമ്മൾ കീമോതെറപ്പി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വരുന്ന സൈഡ് എഫക്ട്സ്, മുഴികൊഴുപ്പ്, സ്കിന്നിലുള്ള ചേഞ്ചസ് അതെല്ലാം ടെമ്പററി സൈഡ് എഫക്ട്സ് ആണ്. അതെല്ലാം ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴത്തേക്ക് അത് ശരിയാവുന്ന സിംറ്റംസ് ആണ്. സോ നേരത്തെ കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതൊരു ചൈൽഡ്ഹുഡ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു ഡെത്ത് സെന്റൻസ് അല്ല, അതൊരു പുതിയ തുടക്കമായിട്ട് നമുക്ക് മാറ്റാം. മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജിസ് ജോയ്, സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അലീന ജോൺസൺ, ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രീവദ്യ, ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് പ്രസാദ് കൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. ഓങ്കോളജി ബോധവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനിതകൾക്കായുള്ള പ്രത്യേക ക്യാൻസർ സ്ക്രീനിംഗ് പാക്കേജിന്റെ പ്രകാശനവും നിർവഹിച്ചു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദിരാകുമാരി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജെറി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CR പ്രസന്നൻ, R രാജേന്ദ്രൻ എന്നിവരും ഡോക്ടർമാരും ജീവനക്കാരും പങ്കെടുത്തു. സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.